നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഈ പാറയുടെ മണ്ട നിന്ന് അങ്ങ് ദൂരമുള്ള ജടായുവിനെ കാണാൻ കണ്ടോ? ഏതോ ഒരു പാറയുടെ മണ്ടേ നിന്ന് ജടായുപ്പാറ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ചാടിത്തുള്ളി പോകുന്നത് കൊട്ടാരക്കരയിലുള്ള മലമേൽ പാറയിലോട്ടാ. അവിടെ നിന്ന് ജടായുവിനെ മാത്രമല്ല തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഒക്കെ കാണാമെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ടിക്കറ്റ് എടുക്കുന്നിടത്തും ഭയങ്കര തിരക്കൊന്നുമില്ല. ഭയങ്കര സമാധാനം, ഒച്ചയും ബഹളവും ഒന്നുമില്ല. ഒരു തിരക്കില്ലാത്ത സ്ഥലം. അധികം ആരും വരാത്തയാണോ? പക്ഷെ വരുന്നുണ്ട് ആൾക്കാരൊക്കെ, പോകുന്നതും ഇറങ്ങുന്നതൊക്കെ കാണാം. പക്ഷെ എന്നാലും അധികം തിരക്കൊന്നുമില്ല. നല്ല രസമാട്ടോ അവിടെ പോകാൻ വേണ്ടിയിട്ട്. പോണം, എല്ലാവരും പോണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് നടക്കണ്ട. കാരണം ഞങ്ങൾ ഏറ്റവും പൊക്കത്താ വണ്ടി കൊണ്ട് വെക്കുന്നത്. പിന്നെ അവിടുന്ന് അധികം നടക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. ഭയങ്കര കുറച്ചേ ഉള്ളു. കൊള്ളാം, അധികം ക്ഷീണിക്കത്തൊന്നും ഇല്ല. മേളിൽ നിന്ന്, അതായത് അവിടെ എത്തിക്കഴിഞ്ഞ് താപ്പോട്ട് നോക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും അവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി. പിന്നെ കുറച്ച് പൊക്കത്തോട്ട് പോയാൽ മതി, എന്നാലേ നമുക്ക് ജടായു കാണാൻ പറ്റൂ. നമ്മൾ പോയതിന്റെ ഉദ്ദേശം എന്തോ ജടായു, ഞാൻ പോയതിന്റെ ഉദ്ദേശം ജടായു പാറ കാണാനാണ്. ഈ വഴി താപ്പോട്ട് പോകുമ്പം കുടപ്പാറ എന്ന് പറഞ്ഞിട്ട് ഒരു പാറ കാണാം. ആ പാറയുടെ പ്രത്യേകത എന്തുവാന്ന് അറിയാവോ? അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. അറിയാവുന്ന ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്നും തോന്നരുത്. ഈ പാറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പം 30 പേർക്ക് എന്തോ അതിനടിയിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും കുടപ്പാറ എന്ന് പറയുന്നത്. ആർക്കറിയാം? അതുകൊണ്ടായിരിക്കും. ഞാൻ ഇതൊക്കെ ഒരു റീല് കണ്ടതാ. എനിക്കല്ലാതെ ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ല. കണ്ടക്കൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുടപ്പാറ. അപ്പം മഴ പെയ്യുമ്പം കുടയായിട്ട് നമുക്ക് ആ പാറയുടെ അടിയിൽ പോയി നിന്നാൽ മതി. അവിടെ പോകുന്നവര് വെറുതെ കുടയ്ക്ക് വേണ്ടിയിട്ടൊന്നും അവിടെ പോവല്ലേ. എന്നിട്ടുണ്ടല്ലോ ഈ വഴി മേപ്പോട്ട് അങ്ങ് കയറിപ്പോവാം. എങ്ങനെ ആൾക്കാർ അത് വഴി പോകുന്നെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് പേടിയാ, ഞാനെങ്ങും ആ വഴി പോയില്ല. പിന്നെ അവിടുന്ന് കുറച്ച്, അതായത് അധികം നടക്കാനൊന്നും ഇല്ല, കുറച്ചേ ഉള്ളു. ഉള്ളത് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല. കൊള്ളാം. ഞങ്ങള് മറ്റേ വഴി പോവാതെ, അത് കയറി പോകാൻ കുറച്ച് പാടില്ലയോ, അതുകൊണ്ട് ഈ വഴി കൂടെ പോയിട്ട് സുഖമായിട്ടുള്ള വഴി, ഒരു പ്രശ്നമില്ല. പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയത്. അവിടെ അധികം മഴയോ അങ്ങനൊന്നും ഇല്ല. വെയിലുള്ള സമയം ആയതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആകാശം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. നല്ല രസം കേട്ടോ. ഈ വഴി അങ്ങോട്ട് പോകുമ്പോൾ ആകാശം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആകാശം ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ വഴി അങ്ങോട്ട് ഇറങ്ങി പോകുമ്പം വേറൊരു വഴിയിലോട്ടാ പോകുന്നത്. എല്ലാം പോകുന്നത് ഏറ്റവും മണ്ടേ പോയി ജടായുവിനെ കാണാനാണല്ലോ, ജടായുപ്പാറ കാണാൻ വേണ്ടി. എനിക്ക് ആ വഴി പോകുമ്പോൾ ഉള്ള പേടി അവിടെ പുലി ഉണ്ടോന്നായിരുന്നു, വല്ല പുലി വരുമോന്നായിരുന്നു എന്റെ പേടി. എന്ത് ചെയ്യാനാ? കാണോ? അവിടെ അങ്ങ് സത്യം പറഞ്ഞാൽ പുലിയില്ല, ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ അതുവഴി പോകുമ്പോൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണം കേട്ടോ. അതായിരിക്കും നമുക്ക് പോകുമ്പം കുറച്ച് എളുപ്പം, കുറച്ച് നല്ലത് അതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുക. അപ്പം മനസ്സിലാകും എന്തുകൊണ്ടാണ്. പിന്നെ ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് കയറണം. അപ്പോൾ നമുക്ക് ജടായു കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ മണ്ടയിലോട്ട് വലിയ കാര്യത്തിൽ അങ്ങോട്ട് കയറി. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പം ആരും എന്നെ പോലത്തെ മണ്ടത്തരങ്ങൾ കാണിക്കല്ല. എന്നെ പോലെയുള്ള മണ്ടത്തരം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെരുപ്പിട്ടോണ്ട് പോവരുത്. ആരും പോകത്തില്ല, ഞാനല്ലാതെ ആരും പോകത്തില്ലായിരിക്കും. എന്നാലും കാണാം 1-2 പേര് എൻ്റെ വീഡിയോക്കാർ കാണാനാ. എന്നാലും ആരെങ്കിലും കണ്ടിട്ട് പോകുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ചെരുപ്പിട്ടോണ്ട് പോകല്ലേ. ഞാൻ തന്നെ കുറെ പ്രാവശ്യം കാല് തെന്നി പോയി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ പോകുമ്പോഴേ അവിടെ എന്തോ ഒരു റൂമുണ്ട് കേട്ടോ. അതെന്ത് റൂമാ, എന്തുവാ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളെപ്പോലെ അതിൽ എഴുതി വെച്ചേക്കുന്നത് ഇപ്പം ഞാനും വായിച്ചു, അല്ല അന്നേരവും വായിച്ചായിരുന്നു കേട്ടോ. അല്ലാതെ അതിനെപ്പറ്റി എന്തുവാ ഏതാണെന്നൊന്നും കാര്യമായിട്ട് അറിയത്തില്ല. പിന്നെ ഇനി അടുത്ത പ്രതീക്ഷ, ഇവിടെ നിൽക്കുമ്പം ജടായു കാണാം. ജടായുവിനെ എപ്പം കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ നിൽക്കുക. ജടായു കാണാൻ വേണ്ടി മേളിച്ചാടി കയറുകയാണ്. എവിടെയാണ് ജടായു? എടിയിൽ അതാണോ ഇനി ജടായു? ആ വലത്തോട്ട് നോക്കി, എന്തായാലും ആ സൈഡാ ജടായു വരുന്നത്. ഇതിന് ജടായു ആണോ? അല്ല, നിക്കണോ? എന്താണ്? അതെ, ഇവിടെ നിന്നാ നമുക്ക് ജടായു കാണാൻ പറ്റും. അവിടെ എവിടെയോ, ഇനിയിപ്പോ അവിടെ അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും. എവിടെയാലും ജടായു ഉണ്ട്. അവിടെ നിന്നാൽ ജടായുവിനെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഫുള്ള് ചുറ്റി കറങ്ങി നോക്കി. ഇങ്ങനെ നോക്കി അവിടെ ജടായു ഉണ്ടോന്ന്. പക്ഷെ കണ്ടില്ല കേട്ടോ. അന്നേരം നല്ല വിഷമം ഉണ്ടായിരുന്നു, ജടായുവിനെ കാണാമെന്ന് വിചാരിച്ച് പോയിട്ട് കാണാത്തോണ്ട്. അവിടെ നിന്ന് ജടായുവിനെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ പോയിട്ട് ജടായുവിനെ കാണാൻ പറ്റാഞ്ഞപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വന്നത് എന്തായാലും മുതലാക്കണമല്ലോ. സത്യമായിട്ട് ഞാൻ അവിടെ പോയത് ജടായു പാറ അവിടെ നിന്ന് കാണാം എന്നൊക്കെ ഉള്ള പ്രതീക്ഷയല്ല. ഞാൻ കൊല്ലത്തുണ്ടായിട്ട് ഇതുവരെ ജടായുവിൽ പോയിട്ടില്ല, ജടായു പാറ കാണാൻ പോയിട്ടില്ല. എന്നെ കൊണ്ടുപോയിട്ടില്ല, എന്നെ എൻ്റെ അച്ഛൻ വിടത്തില്ല, അത്ര തന്നെ. അവിടെ കാണാനൊക്കെ നല്ല രസം കേട്ടോ. താപ്പോട്ട് നോക്കുമ്പോൾ ജടായുവിനെ കണ്ടില്ലെങ്കിൽ എന്താ, താഴെയുള്ള എല്ലാം കാണാലോ എന്ന് വിചാരിച്ചു. ഞാൻ സമാധാനപ്പെട്ടു, തൃപ്തി അടഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ അതിനെ മേപ്പോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇനിയും കുറച്ചുകൂടെ മേപ്പോട്ടുണ്ട്. അധികം കഷ്ടപ്പാടൊന്നുമില്ല മേപ്പോട്ട് പോകാൻ. അപ്പം പിന്നെ അവിടുന്ന് മേപ്പോട്ട് പോവാം. ഇനി എങ്ങാണോ അവിടുന്ന് ജടായുവിനെ കണ്ട മുതലായല്ലോ. കല്ലും മുള്ളും താണ്ടി പോണോ?
നീ ബാ കല്ലും മുള്ളൊക്കെ താണ്ടി വാ. ഇതിന്റെ മണ്ടയിൽ ഞാൻ എങ്ങനെ കയറും? ഇതിന്റെ മണ്ടയിൽ കയറാൻ ഒക്കത്തില്ല. തന്നെ കയറി വന്നാൽ മതി. നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കയറി പൊക്കോളാൻ. അത് വീഴും. കാലം എങ്ങനെ നോക്കും? ഇതെന്താടാ ഇങ്ങനെ നടക്കുന്ന ഒരുമാതിരി വൃത്തിയായിട്ട്? അല്ല ഇയാള് പറയുന്ന പോലെ ഷേപ്പിന് പണി തരാൻ പാറിന്. ചാടാ, അവിടാണ് നീ വീണത്. ആ, അവിടെ കയറിയപ്പോഴാണ് അന്ന് വീണത്. ഇവിടെ കൊന്ന് മുഖം അടിച്ചാ മുറിയല്ലോ. ഇനി എനിക്ക് പോവാട്ടി, ആവശ്യമൊന്നും എനിക്ക് വേണ്ട. എന്തോ ആവശ്യം വേണ്ടല്ലോ. കേരള വാ. ഇവിടെ നോടി പോട്ടെ. ഇതിന്റെ താഴെ വെച്ച് ജഡായുവിനെ നോക്കിയിട്ട് കാണാത്തോണ്ട് ഇനി ജഡായുവിനെ കാണും എന്ന് യാതൊരു പ്രതീക്ഷയില്ലാതെ ഞാൻ ഈ ഓടിപ്പോകുന്നത്. നല്ല രസം അവിടെ നിന്ന് കാണാൻ, ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുക. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇവിടെ നിന്ന് അതിനെ ജഡായുവിനെ കാണാൻ പറ്റുമെന്ന്. ജഡായുവിനെ കാണാനുള്ള ആഗ്രഹം ഞാനങ്ങ് കളഞ്ഞു. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഈ പാറയുടെ മണ്ട നിന്ന് അങ്ങ് ദൂരമുള്ള ജഡായുവിനെ കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? അത് ജഡായുവാ. ഇവിടെ ഫുൾ ഇങ്ങനെ ഓരോ മലയാ. ജഡായുവിനെ അതിനിടയിൽ കണ്ടുപിടിച്ചതാ. ജഡായുവിനെ കണ്ടതിന്റെ സന്തോഷം. ഇവിടെ വന്നിട്ട് ജഡായുവിനെ കാണാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു, പക്ഷെ കണ്ടു. ഇവിടെ എല്ലാം നോക്കിയതാ, ലാസ്റ്റ് അവിടെ നിന്ന് കണ്ടുപിടിച്ചു. അയ്യോ കാണുന്നില്ലടി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചടയമംഗലം വഴി പോകുമ്പോൾ ജഡായുപാറ ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും അത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ശരിക്കും മലമേൽ പാറയുടെ മണ്ടയിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജഡായു കാണാൻ പറ്റും. നിങ്ങളും വന്ന് നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.